ഹലോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരാമൻ കൺവെൻഷന് പോകുന്നതാണ്. മാരാമൻ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടക്കാർക്ക് നല്ലപോലെ അറിയാം. വേറൊരു രീതിക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വകാര്യ ഒരു അഹങ്കാരം കൂടിയാണ് മാരാമൻ കൺവെൻഷനും ചെറുകോൽപ്പുഴ കൺവെൻഷനും. അങ്ങനെ ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടാണ് പോകുന്നത്. കൊച്ചിയിലേക്ക് കൺവെൻഷൻ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അവിടെ പോകുമ്പോൾ നിറയെ കളിപ്പാട്ടം, ഫുഡ് കഴിക്കാനും കുറേ കടകളുണ്ട്. നമുക്ക് ഈ മാല, വള അങ്ങനത്തേൻ്റെയൊക്കെ കുറേ കടകളുണ്ട്. ആ സമയത്തൊക്കെ വെയിലാണേലും മഴയാണേലും പോയേ പറ്റൂ. കരഞ്ഞ് വീട്ടിൽ നിന്ന് കരഞ്ഞായിരിക്കും കൊണ്ടുപോകുന്നത്. വീട്ടിൽ നിന്ന് കുറേ പറയും, ഇപ്പം എന്തിനു പോകുന്നത്, മഴയാണ് വെയിലാണ് എന്നൊക്കെ. പക്ഷെ നമുക്ക് എന്താ, അവിടെ പോകണം, ആൾക്കാരെ കാണണം, കളിപ്പാട്ടം മേടിക്കണം, ഇതൊക്കെയാണ് നമ്മളുടെ മെയിനായിട്ടുള്ള മോട്ടീവ്. സത്യം പറഞ്ഞാൽ ഇപ്പം ആ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പോവുക, കാണുക, തിരിച്ചു വരിക. പണ്ടത്തെ പോലെ എന്തെങ്കിലും മേടിക്കണമെന്നോ അങ്ങനെ ഒന്നും തോന്നില്ല. പണ്ടത്തെ ആ ഒരു അത് ഇപ്പോൾ ഇല്ല സത്യം പറഞ്ഞാൽ. എങ്കിലും നമ്മളുടെ ഉള്ളിൽ ഒരു ചൈൽഡിഷ് കൊണ്ട് നമ്മളങ്ങ് പോകും, കൂട്ടുകാരെ കാണും എന്നൊക്കെയുള്ള മൈൻഡ് വെച്ചിട്ട് നമ്മളങ്ങ് പോകും. ഈ കൺവെൻഷൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ ഒഴുകി വരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കിത് വർഷത്തിൽ 7 ദിവസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഞായറാഴ്ച തുടങ്ങി അടുത്ത ഞായറാഴ്ച ഇത് തീരും. ഇത് തീരുമ്പോഴത്തേനായിരിക്കും അടുത്ത കൺവെൻഷൻ തുടങ്ങുന്നത്. അതും ഇതുപോലെ 7 ദിവസം. ഈ സമയത്ത് നമ്മളെല്ലാവരും, നമ്മളുടെ എല്ലാ വീട്ടിൽ നിന്നും എല്ലാവരും ഇറങ്ങും. പ്രത്യേകിച്ച് വൈകിട്ട് രാത്രി സമയത്തായിരിക്കും മിക്കവരും ഇറങ്ങുന്നത്. എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടം തന്നെ കമ്മലുകടയാണ്. അവിടെ നിറയെ കമ്മലുകട കാണും. ഞാനാണ് എല്ലാ കമ്മലുകടയിലും കയറും, അത് നോക്കും, വരും. പക്ഷെ മേടിക്കില്ല, ജസ്റ്റ് ഒന്ന് കാണുക, വരിക. അത് മാത്രമാണ് എൻ്റെ ഒരു രീതി. വേറെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, കൊച്ചിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ക്ലാസ്സിലെ പലരെ നമ്മൾ കാണും. ക്ലാസ്സിലുള്ളവരെ, ടീച്ചേഴ്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് പമ്മി നിൽക്കും. അങ്ങനെ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി സംസാരിക്കും, മിണ്ടും. വലിയ എന്തോ കാര്യം പോലെയാണ് ആ സമയത്ത് അവരെ വെച്ചൊക്കെ കാണുന്നത്. കൊച്ചിയിലേക്ക് എന്നൊക്കെ അവിടെ പോകുന്നോ അന്നൊക്കെ മിസ് ചെയ്യാതെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ കയ്യിൽ മെഹന്തി ഇടുന്നത്. സത്യം പറഞ്ഞാൽ കൊള്ളൂല്ല, അത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, എങ്കിലും അത് കാണുമ്പോൾ ഇടണം. ആ സമയത്തൊക്കെ 20 രൂപയായി. ഇന്ന് അവൾ ഇട്ടപ്പോൾ അത് 100 രൂപയായി. നേരത്തെയൊക്കെ ഏറ്റവും വിലക്കുറവ് സാധനങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളതിനെക്കാട്ടിലും വിലയാണ് ഇവിടുത്തെ സാധനങ്ങൾക്ക്. എങ്കിലും നമ്മുടെ പത്തനംതിട്ടക്കാർ ഇത് മിസ് ചെയ്യത്തില്ല. എല്ലാ വീട്ടിൽ നിന്നും ഒരു ദിവസമെങ്കിലും നമ്മൾ പോയിരിക്കും. മെയിനായിട്ട് ഇവിടുത്തെ കാര്യം പറയാനാണെങ്കിൽ, ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ കട ഇവിടെ കാണും. നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് കാണുന്ന കാര്യങ്ങൾ മുതൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെ കട വരെ ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എത്ര ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഇങ്ങനെ പോകും. എനിക്ക് ഈ കൺവെൻഷൻ്റെ ഏറ്റവും വലിയ നൊസ്റ്റു എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്ന് പോകും. വീട്ടിൽ നിന്ന് പോയാൽ അമ്മയുടെ മെയിനായിട്ടുള്ള സാധനങ്ങൾ വെച്ചാൽ ഗ്ലാസ്, കുപ്പി അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും അമ്മ മേടിക്കുന്നത്. ചേട്ടൻ മേടിക്കുന്നത് ഫുള്ള് ഫുഡിൻ്റെ ആയിരിക്കും. ഞാൻ മേടിക്കുന്ന ഫുള്ള് എന്താ പറയുക, ഈ ഡ്രോയിങ്ങിൻ്റെ ബുക്ക്, സ്പ്രേ പെയിൻറ്റിങ്, ഈ പേന, പെൻസിൽ, ഈ പലതരത്തിൽ ഇങ്ങനെ ഇടുന്ന റബ്ബർ, അങ്ങനത്തെ കുറേ സാധനങ്ങളായിരിക്കും ഞാൻ മേടിക്കുന്നത്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് സാധനങ്ങൾ മേടിച്ച് പിറ്റേ ദിവസം ക്ലാസ്സിൽ കൊണ്ടുപോവുക, പിള്ളേരെ കാണിക്കുക. ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള. അന്ന് രാത്രി ഉറങ്ങാതിരുന്ന് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ക്ലാസ്സിൽ പോവുക, ഇതെല്ലാം പിള്ളേരെ കാണിക്കുക, എക്സൈറ്റഡ് ആകുക. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു ആ സമയത്തൊക്കെ. അയ്യോ, പറഞ്ഞു വന്നപ്പോൾ ഫുള്ള് ഞാൻ നൊസ്റ്റുവിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണല്ലേ. ഇനിയിപ്പോൾ ഞാൻ പോയപ്പോൾ ഉള്ള കാര്യങ്ങൾ പറയാം. ഞാൻ പോയത് അരുണിമ, അതായത് ഞാൻ വിളിക്കുന്ന ആർച്ചയുടെ കൂടെയാണ് പോയത്. അവിടെ പോയി ഞങ്ങൾ കുറേ കഥകൾ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എന്തൊക്കെയോ പഴയ കഥയൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കടയിൽ കയറുന്നു, അലുവ മേടിക്കുന്നു, മീനെ കണ്ടപ്പോൾ അത് നോക്കാൻ പോയി, ചെടി മേടിക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് തേൻ മുട്ടായി മേടിച്ച്, അങ്ങനെ ഞങ്ങൾ കുറേ കടയിലൊക്കെ കയറി കൈ നിറയെ സാധനമായിട്ടാണ് തിരിച്ചു വന്നത്. വീട്ടിൽ നിന്ന് വെയിലാണെങ്കിൽ പുറത്തിറങ്ങാത്ത ഞാനാണ്. പക്ഷെ കൂട്ടുകാർ കറങ്ങാൻ വിളിച്ചാൽ ഈ വെയിലൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എവിടെയാണേലും ഇങ്ങനെ പോകും. അതിൻ്റെ ഇടയ്ക്കാണ് ഈ അപ്പൂപ്പൻ്റെ കടയിൽ കയറുന്നത്. ഇവിടെ ഫുള്ള് ചെടികളാണ്. എനിക്കാണെങ്കിൽ ചെടികൾ കണ്ട പ്രാന്തമാണ്. ഞാൻ അങ്ങനെ എന്ത് ചെയ്ത് 2 ബോഗൺവില്ലയൊക്കെ മേടിച്ച് അങ്ങ് ചേട്ടൻ്റെ പിടിക്കാനും കൊടുത്ത്. ചേട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നീ മേടിച്ചാൽ നീ പിടിച്ചോണോ എന്നൊക്കെ. ഞാൻ മേടിച്ചിട്ട് പറഞ്ഞേടാ ഒന്ന് എടുക്ക് ചേട്ടാ പ്ലീസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും ചേട്ടൻ അങ്ങ് മയങ്ങി വീണ്. എന്നിട്ട് ഞാനാരാ മോള് ചേട്ടൻ്റെ കയ്യിലിരുന്ന കുഞ്ഞു കവർ മേടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് പിടിക്കാം ചേട്ടാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ്. അങ്ങനെ പാവം അതങ്ങ് മേടിച്ച് പിടിച്ച്. ഞാൻ ആ കവറിൽ തൂക്കിക്കൊണ്ട് നടക്കുന്ന ആ കുപ്പി ഉണ്ടല്ലോ, അതെന്നെ ചതിച്ചു എന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. കുറേ നാളായിട്ട് ഞാൻ വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്ന ഒരു സാധനമാണ് അങ്ങനത്തെ ഒരു കുപ്പി. അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ച് മേടിച്ചതാണ്. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ സ്ട്രോ ഇല്ല. എനിക്കാണേൽ ഒന്ന് വിഷമമോ സങ്കടമൊക്കെ വന്നു. പിന്നെ എന്ത് ചെയ്യാനേ, ലാസ്റ്റ് ദിവസമല്ലേ നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് എല്ലാവരും പോയും കാണും. അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത്, അമ്മയ്ക്ക് അടുക്കളയിൽ എണ്ണ ഒഴിച്ച് വെക്കാൻ കുപ്പിയായിട്ട് കൊടുത്ത്.
പാവം അമ്മ വിചാരിച്ച് കാണും വീടിനെ പറ്റിയൊക്കെ ആലോചനയുള്ള കൊച്ചാണ്, എവിടെയെങ്കിലും പുറത്തൊക്കെ പോയപ്പോൾ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തുവെന്ന്. എനിക്കല്ലേ അറിയൂ ഞാൻ പറ്റിക്കപ്പെട്ടോണ്ട് അമ്മയുടെ തലയിൽ നൈസായിട്ട് വെച്ച് കൊടുത്തയാന്ന്. അതെന്തേലും ആട്ടെ, എന്നാലും ഞാൻ അത് അമ്മയ്ക്ക് കൊടുത്തല്ലോ. സ്ട്രോ ഇല്ലാതെയും കുടിക്കാൻ പറ്റും, എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തില്ലേ. അപ്പോൾ അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ കൊടുത്തത്. അയ്യോ, വീണ്ടും ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറി. പോയ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. എല്ലാ തവണയും അവിടെ പോകുമ്പോൾ കുറേ സാധനമൊക്കെ കഴിക്കാൻ മേടിക്കുന്നതാണ്. ജ്യൂസ്, സർബത്ത്, വെജ്ജി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ കടയുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ കടയിൽ കയറി കഴിക്കുന്നതാണ്. ഈ തവണ അമ്മയില്ലാത്തതുകൊണ്ടാണോ ഒറ്റയ്ക്കായതുകൊണ്ടാണോ ഇനി സ്വന്തം കയ്യിൽ നിന്ന് പൈസ പോകുമെന്നുള്ള ധാരണയുള്ളത് കൊണ്ടാണോ അധികം ഒന്നും കഴിച്ചില്ല. ഒരു ഷുഗർ കെയിൻ ജ്യൂസും കുടിച്ചു, കുറച്ച് കോളിഫ്ലവർ ബജ്ജിയും മേടിച്ച്. അത് ഇനി ഞങ്ങളിങ്ങ് നേരെ കയറി വന്ന് പോകാനുള്ള സമയമൊക്കെ ആയി. അവൾ ടാറ്റയൊക്കെ പറഞ്ഞു പോയി. പിന്നെ ഞങ്ങളാണെ ചെടിയൊക്കെ സേഫായിട്ട് വണ്ടിയിൽ വെച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ പറയുന്നുണ്ട് നല്ല ക്ഷീണമായിരുന്നു, വെയിലായിരുന്നു എന്നൊക്കെ. എങ്കിലും ഇങ്ങനെയൊക്കെ പോകാനൊരു നഷ്ടമല്ലേ, അതുകൊണ്ട് നമ്മളത് മിസ്സാക്കല്ലല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ് എൻ്റെ മാരാമൻ കൺവെൻഷൻ വ്ളോഗ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.